സ്ക്രീനിങ് കംപ്ലീറ്റ്ലി സേഫ് ആണ്. ബിക്കോസ് സ്ക്രീനിങ് എന്ന് പറഞ്ഞാലും അതിൽ സ്കാനിങ് ഉണ്ട്, പിന്നെ ഒരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്. പക്ഷെ അതേ സമയത്ത് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റ് വെൻ വി ആർ ടോക്കിംഗ് അബൌട്ട് ദി ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് അവിടെ ചെറിയൊരു അബോർഷന്റെ റിസ്ക് ഉണ്ട്. എല്ലാത്തിനും ഇതിനൊരു പ്രോട്ടോകോൾ ഉണ്ട്. മിക്കവാറും എല്ലാ കാര്യത്തിനും ഒരു പ്രോട്ടോകോൾ ഉണ്ട്. ആ പ്രോട്ടോകോൾ ബേസ് ചെയ്ത് റെഗുലർ ഫോളോ അപ്പ് വേണം. അതുകൊണ്ട് ഏതൊരു ചെറിയ കുട്ടിയും പോലെ ഇവർക്ക് ഇമോഷൻസ് ഉണ്ടെന്ന് തന്നെയാണ്. അപ്പോൾ അവരെ കൊടുക്കുന്ന കെയറിലോ ഇതിലൊന്നും ഒരു കുറവും വരുത്താൻ പാടില്ല. മൈൽഡ് ടു മോഡറേറ്റ് ഇന്റലിജൻസ് ഉള്ള കുട്ടികൾ നോർമൽ സ്കൂളിൽ പോകുമ്പോൾ അവർക്കത് ഭയങ്കര ബേർഡൻ ആവാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ഹായ് ഡോക്ടർ. ഒരു കുഞ്ഞിന് ഡൗൺ സിൻഡ്രോം പോലുള്ള കണ്ടീഷൻസ് ഉണ്ടെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ഗർഭിണി എപ്പോഴായിരിക്കണം സ്ക്രീനിങ് ചെയ്യേണ്ടത്? സോ നമ്മുടെ പ്രഗ്നൻസിയിൽ സാധാരണയായിട്ട് ഒരു 3rd month, അതായത് 12 week സ്കാനിലാണ് ഈ ഡൗൺ സിൻഡ്രോമിൻ്റെ സ്ക്രീനിങ് എല്ലാ പ്രഗ്നൻറ്റ് സ്ത്രീകൾക്ക് ഓഫർ ചെയ്യാം. അപ്പോൾ ആസ് എ പാർട്ട് ഓഫ് ദാറ്റ് ഇനീഷ്യലി നമ്മളൊരു സ്കാൻ ചെയ്യും. ആ സ്കാനിൻ്റെ പേരാണ് NT സ്കാൻ. അപ്പോൾ ആ NT സ്കാനിൽ നമ്മൾ ഈ NT പറഞ്ഞ സംഭവം നോക്കും. അതിൻ്റെ കൂടെ കുറച്ച് വേറെ ഡൗൺ സിൻഡ്രോമിൻ്റെ മാർക്കേഴ്സ് ഉണ്ടോ ഇല്ലയോ അത് നമ്മൾ ഉറപ്പിക്കും. ആ സ്കാൻ കംപ്ലീറ്റ് ആയതിനു ശേഷം മദറിൻ്റെ ഒരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ടാവും. അതിൽ നമ്മൾ 2 ബേസിക് ഹോർമോൺസും HCG പാപ്പെ പറഞ്ഞിട്ട് 2 ഹോർമോൺസ് നോക്കും. അപ്പോൾ ഈ മദറിൻ്റെ ഏജ്, പിന്നെ വേറെ എന്തെങ്കിലും റിസ്ക് ഫാക്ടേഴ്സ്, സ്കാനിൻ്റെ ഫൈൻഡിങ്സും പ്ലസ് മദറിൻ്റെ ഹോർമോൺസിൻ്റെ അളവ്, ഇതെല്ലാം ഒരുമിച്ച് വെച്ചിട്ട് നമ്മളൊരു കമ്പൈൻഡ് റിസ്ക് അസസ്മെൻ്റ് ആണ് ചെയ്യുക. അതുകൊണ്ടാണ് ഈ സ്ക്രീനിങ് നമ്മൾ കമ്പൈൻഡ് ടെസ്റ്റ് സ്ക്രീനിങ് ആണ് പറയുന്നത്. ടുഡേ കമ്പൈൻഡ് ടെസ്റ്റ് സ്ക്രീനിങ് അല്ലാണ്ട് വേറെ കുറച്ച് പുതിയ അഡ്വാൻസ് സ്ക്രീനിങ് ടെസ്റ്റ് അവൈലബിൾ ആണ്, ലൈക്ക് NIPT. അപ്പോൾ ആ ടെസ്റ്റിൽ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മുടെ മദറിൻ്റെ ബ്ലഡിൽ ഫീറ്റൽ DNA ഫ്രാക്ഷൻ നോക്കിയിട്ട് നമ്മുടെ മദറിന്, നമ്മുടെ ബേബീനെ എത്രത്തോളം റിസ്ക് ഉണ്ട്, ഡൗൺ സിൻഡ്രോം അങ്ങനത്തെ ജെനറ്റിക് ഡിസോർഡേഴ്സ് വരാൻ എത്രത്തോളം സാധ്യത ഉണ്ടോ അത് നമുക്ക് നോക്കാൻ പറ്റും. ഈ NIPT പറഞ്ഞ ടെസ്റ്റ് കുറച്ചും കൂടി ആക്യുറേറ്റ് ആണ് ആസ് കമ്പയർഡ് ടു കമ്പൈൻഡ് ടെസ്റ്റ്. പക്ഷേ അത് കുറച്ച് കോസ്റ്റ് എഫക്റ്റീവ് അല്ല, കുറച്ച് കോസ്റ്റ്ലി ടെസ്റ്റ് ഉള്ള കാരണം ഫസ്റ്റ് ലൈൻ ഓഫ് സ്ക്രീനിങ് നമ്മൾ എപ്പോഴും കമ്പൈൻഡ് ടെസ്റ്റാണ് എല്ലാ ഗർഭിണി സ്ത്രീകൾക്കും ഓഫർ ചെയ്യുക. വൺസ് ദ പാരൻസ് ഡൗൺ സിൻഡ്രോം വെച്ച് ഗോ ഹെഡ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവര് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് അവർക്കൊരു ബേസിക് അവയർനെസ്, ഡൗൺ സിൻഡ്രോം എന്താണ്, ഇപ്പം നമ്മൾ പല പല സ്റ്റോറീസ് ആണല്ലോ കേൾക്കാറുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചൊരു പ്രോപ്പർ അവയർനെസ് കിട്ടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് ഗ്രൂപ്പ്സ് ഉണ്ട്, എന്താ പറയുക, ഡൗൺ സിൻഡ്രോം ഗ്രൂപ്പ്സ് ഉണ്ട്. സോ ദാറ്റ് ദേ കെൻ അണ്ടർസ്റ്റാൻഡ് ഹൗ ടു ടേക്ക് കെയർ ഓഫ് ദ ബേബി ആൻഡ് ഓൾസോ ടു കീപ് എ ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് പാരൻസ് ഹു ഹാവ് ഡൗൺ സിൻഡ്രോം, സോ ദാറ്റ് ദേ കെൻ ഗിവ് റിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻസ്. എങ്ങനെ എന്തൊക്കെയായിരിക്കും അതിൻ്റെ ഒരു ഡിഫിക്കൽട്ടീസ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചാലഞ്ചസ് വരിക. സോ അങ്ങനെ കീപ്പ് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് ഒരു റിയലിസ്റ്റിക് ഗോൾ സെറ്റ് ചെയ്യാൻ പറ്റുകയും കുറച്ചും കൂടെ ഈസിയർ ആയിട്ട് ആ ജേർണി കൊണ്ടുപോകാൻ പറ്റുകയും ചെയ്യും. ഓക്കെ ഡോക്ടർ, ഡൗൺ സിൻഡ്രോം വന്നു കഴിഞ്ഞ് അല്ലെങ്കിൽ കുട്ടി ജനിച്ചു കഴിഞ്ഞ ആദ്യ വർഷങ്ങളിൽ അല്ലെങ്കിൽ ആദ്യ ടൈമിൽ വീട്ടിൽ അല്ലെങ്കിൽ ഫാമിലിയിൽ എന്തൊക്കെ കെയർ ആണ് കുട്ടിക്ക് വേണ്ടി നമ്മൾ കൊടുക്കേണ്ടി വരിക? ഡൗൺ സിൻഡ്രോം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡീഷണൽ കെയർ ലൈഫ് ലോങ് ആവശ്യമുള്ള ഒരു കണ്ടീഷനാണ്. ഇനീഷ്യൽ ഇയേഴ്സ് മാത്രമല്ല, പിന്നീട് അങ്ങോട്ട് തുടർന്ന് ഒരു പ്രോട്ടോകോൾ ബേസ്ഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇനീഷ്യലി നമ്മൾ പറയുന്നത് ഏതൊരു കുട്ടിയും പോലെ ഡൗൺ സിൻഡ്രോം ബേബി ഡെലിവർ ആയാലും ബ്രസ്റ്റ് ഫീഡിങ് ആസ് സൂൺ ആസ് പോസിബിൾ അച്ചീവ് ചെയ്യാൻ നോക്കുക. കാരണം അവർക്ക് ചെറിയ വായ, അതുപോലെ അവരുടെ മസിൽ ടോൺ കുറച്ച് കുറവാണ്, അതുകൊണ്ട് സക്കിങ് കുറച്ച് മോശമായിരിക്കും. അപ്പം അതിനാവശ്യമുണ്ടെങ്കിൽ അവിടെ തന്നെ ഒരു ലാക്ടേഷൻ കൺസൾട്ടന്റ് സഹായം തേടുക. കാരണം ഫീഡിങ് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളത് ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്. കാരണം ഓറോമോട്ടർ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനൊക്കെ ഒരുപാട് സഹായിക്കും. അപ്പോൾ ഏതൊരു കുട്ടിയും പോലെ ബ്രസ്റ്റ് ഫീഡിങ്ങിലേക്കാണ് ആദ്യം നമ്മൾ ഇതാക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനീഷ്യൽ അസസ്മെന്റിന്റെ ഭാഗമായിട്ട് തന്നെ കുറെ ടെസ്റ്റുകൾ നോർമൽ കുട്ടികളിൽ നിന്ന് കൂടെ അഡീഷണൽ ആയിട്ടെന്ന് പറയാം കുറച്ചധികം ടെസ്റ്റുകൾ ചെയ്യേണ്ടതുണ്ട്. കാരണം എല്ലാ കണ്ടീഷൻസും നമുക്ക് കുട്ടിയെ പരിശോധിച്ചുകൊണ്ട് മാത്രം മനസ്സിലാവണമെന്നില്ല. അതിൽ പെടുന്നതാണ് ഒരു എക്കോ ടെസ്റ്റ് ചെയ്യുക, ഹാർട്ടിന് എന്തെങ്കിലും ഡിഫക്ട്, ഈവൻ ചെറിയ ഡിഫക്ട്സ് ആണെങ്കിൽ പോലും നമുക്ക് അതിൽ കണ്ടെത്താൻ പറ്റും. അതുപോലെ കണ്ണിന്റെ പരിശോധന, കേൾവിയുടെ ടെസ്റ്റ്, തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം, രക്തത്തിലെ കൗണ്ടിന്റെ അളവ് നോക്കുക, ഇതെല്ലാം ഇവർക്ക് നിർബന്ധമായും ചെയ്യേണ്ടതാണ്. അപ്പൊ അതിന് ഉതകുന്ന അല്ലെങ്കിൽ ഇപ്പൊ എക്കോ ഒക്കെ എല്ലാ ഹോസ്പിറ്റലും ഉണ്ടാവണമെന്നില്ല. അപ്പൊ നമ്മള് ഡെലിവർ ആവുന്ന ഒരു ഹോസ്പിറ്റൽ അതിനുള്ള ഫെസിലിറ്റി ഇല്ലെങ്കിൽ എക്കോ ഉള്ള ഒരു സ്ഥലത്ത് പോയി അതൊക്കെ കംപ്ലീറ്റ് ചെയ്യുക. അതൊരു പീഡിയാട്രീഷ്യൻ അല്ലെങ്കിൽ ഡെവലപ്മെന്റൽ പീഡിയാട്രീഷ്യൻ നിങ്ങളെ ഗൈഡ് ചെയ്യും. തീർച്ചയായിട്ടും ലൈഫ് ലോങ് അതിന്റെ ആവശ്യമുണ്ട്. അപ്പൊ അവർ പറയുന്ന ഇനീഷ്യൽ അസസ്മെന്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുക. കുട്ടിക്ക് കറക്റ്റ് ചെയ്യേണ്ട എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇനീഷ്യൽ പ്രോസസ്സായിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നീട് റെഗുലർ ഫോളോ അപ്സ് ഉണ്ട്. ഇത്ര മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ വർഷങ്ങൾ കൂടുമ്പോൾ. ഇപ്പൊ നോർമൽ ഒരു കുട്ടിക്ക് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം നോർമൽ ആണെങ്കിൽ പിന്നീട് നമ്മൾ ടെസ്റ്റ് ചെയ്യാറില്ല, എന്തെങ്കിലും സംശയം തോന്നിയാൽ മാത്രമാണ്. പക്ഷെ ഇവർക്ക് അങ്ങനെയല്ല, പിന്നീടും പ്രവർത്തനത്തിനെ ബാധിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവാറുണ്ട്. അപ്പം എല്ലാത്തിനും ഇതിനൊരു പ്രോട്ടോകോൾ ഉണ്ട്. മിക്കവാറും എല്ലാ രാജ്യങ്ങൾക്കും ഇതിനൊരു പ്രോട്ടോകോൾ ഉണ്ട്. ആ പ്രോട്ടോകോൾ ബേസ് ചെയ്ത് റെഗുലർ ഫോളോ അപ്പ് വേണമെന്നാണ്. കുറച്ചുപേരെങ്കിലും
പിന്നീട് ഇത് വിട്ടുപോകുന്നവരുണ്ടാവാം. തീർച്ചയായിട്ടും അത് ഫോളോ അപ്പ് ചെയ്യേണ്ടത് നിർബന്ധമാണ്. പിന്നീട് ഇവരുടെ ഇമോഷണൽ സപ്പോർട്ട് ഏതൊരു ചെറിയ കുട്ടിയും പോലെ ഇവർക്ക് ഇമോഷൻസ് ഉണ്ടെന്ന് തന്നെയാണ്. അപ്പോൾ അവരെ കൊടുക്കുന്ന കെയറിലോ ഇതിലൊന്നും ഒരു കുറവും വരുത്താൻ പാടില്ലാത്തതാണ്. അത് കൂടാതെ നേരത്തെ സൂചിപ്പിച്ച പോലത്തെ എത്രയും പെട്ടെന്ന് ഒരു അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഗ്രൂപ്പിന്റെ ഭാഗമാവുക. കാരണം മുൻപരിചയമുള്ളവർ പറഞ്ഞ് ആ കുട്ടിയെ എങ്ങനെ കെയർ ചെയ്യുന്നത് കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടുക. അപ്പോൾ തീർച്ചയായിട്ടും ഏതൊരു നോർമൽ ഇൻഡിവിജ്വലിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ സ്പെഷ്യലൈസ്ഡ് കെയറും സപ്പോർട്ടും ലൈഫ് ലോങ് ആവശ്യമുള്ള ഒരു കണ്ടീഷനാണ്. ഓക്കെ ഡോക്ടർ, നമുക്ക് ഈ ഡൗൺ സിൻഡ്രോം കണ്ടുപിടിക്കുന്നതിന് വേണ്ടി വേറെ എന്തൊക്കെ ടെസ്റ്റുകളാണ് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്? സോ സാധാരണ രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആദ്യം സ്ക്രീനിങ് ആണ് ചെയ്യുക. നമ്മൾ ഡയറക്റ്റ്ലി ഒരു കൺഫർമേറ്ററി അല്ലെങ്കിൽ കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകൾ എല്ലാവർക്കും ചെയ്യാറില്ല. ബിക്കോസ് ദീസ് ആർ ഓൾ ഇൻവേസീവ് ടെസ്റ്റ്. നമ്മൾ വയറിൻ്റെ അകത്തൊരു നീഡിൽ സൂചി കുത്തിയിട്ട് വേണം ബേബീൻ്റെ എന്തെങ്കിലും സാമ്പിൾ എടുത്തിട്ട് അത് ടെസ്റ്റ് ചെയ്തിട്ട് കൺഫേം ചെയ്യാനായിട്ട്. സോ സ്ക്രീനിങ് നേരത്തെ പറഞ്ഞ പോലെ ടെസ്റ്റ് വെച്ചിട്ട് എന്തെങ്കിലും NIPT അല്ലെങ്കിൽ കമ്പൈൻഡ് ടെസ്റ്റ് എന്തെങ്കിലും സ്ക്രീനിങ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്കാനിങ്ങിൽ എന്തെങ്കിലും മാർക്കേഴ്സ് ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ പറയും ആ ബേബി ഓർ പ്രഗ്നൻസീസ് ഇൻ ദ ഹൈ റിസ്ക് ഗ്രൂപ്പ്. അപ്പോൾ ആ ഹൈ റിസ്ക് ഗ്രൂപ്പുള്ള ആൾക്കാർക്ക് മാത്രം നമ്മൾ ഈ കൺഫർമേറ്ററി ടെസ്റ്റ് ഓഫർ ചെയ്യുള്ളൂ. അതിൽ മോസ്റ്റ് കോമൺലി നമ്മൾ ഓഫർ ചെയ്യുന്നത് amniocentesis പറഞ്ഞിട്ടൊരു ടെസ്റ്റാണ്. ഇൻ വിച്ച് വി ടേക്ക് ദ ഫ്ലൂയിഡ് ഫ്രം അറൗണ്ട് ദ ബേബി ആൻഡ് ദറ്റ് ഫ്ലൂയിഡ് ഇസ് ഹാവിങ് ഫീറ്റൽ സെൽസ്. ബേബീൻ്റെ അംശങ്ങൾ ഉണ്ടാവും അതിൽ. അപ്പോൾ ആ അംശങ്ങൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 100% കൺഫേം ചെയ്യാം വെദർ ദ ബേബി ഈസ് ഹാവിങ് ഡൗൺ സിൻഡ്രോം ഓർ നോട്ട്. ഓക്കെ, ഈ ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികൾക്ക് എന്തൊക്കെ ടാലൻസ് ആണ് ഉണ്ടാവുക? സ്പെസിഫിക്കലി നമുക്ക് ഇന്ന ടാലന്റ് എന്ന് അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ കൂടുതലും നമ്മൾ കണ്ടുവരാറുള്ളത് അവർ ഭയങ്കര ആർട്ടിസ്റ്റിക്, അവരുടെ ഒരു ആർട്സ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളിൽ കൂടുതൽ അവർ ഫോക്കസ്ഡ് ആയിരിക്കും. ഇപ്പോൾ ഡ്രോയിങ് ആണെങ്കിലും പെയിന്റിങ് ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം ക്യാൻഡിൽ മേക്കിംഗ് അങ്ങനത്തെയൊക്കെ പ്രോസസ്സ് കുറച്ച് കൂടുതലായിരിക്കും. ആൻഡ് ഓൾസോ വി സീ ദാറ്റ് മ്യൂസിക്കൽ എബിലിറ്റിയും കൂടെ അവർക്ക് നല്ല ഡാൻസിങ് അല്ലെങ്കിൽ സിംഗിങ് അങ്ങനത്തെ കാര്യങ്ങളിലും അവർ കൂടുതൽ ഫോക്കസ്ഡ് ആയിരിക്കും. അതുമല്ലാതെ ഇപ്പം ഇങ്ങനത്തെ കുട്ടികൾക്ക് ഇമിറ്റേഷൻ സ്കിൽസ്, നമുക്ക് അവർ ഭയങ്കര നല്ല ഒബ്സർവ് ചെയ്ത് ഫോക്കസ് ചെയ്യുന്ന കുട്ടികളാണ്. അപ്പോൾ അവർക്ക് ഒരാളെ കണ്ട് അവരത് ഫോക്കസ് ചെയ്ത് ഒബ്സർവ് ചെയ്ത് അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യാനുള്ള കഴിവ് കൂടുതലാണ്. ആൻഡ് ഓൾസോ അഭിനയിക്കാനും അല്ലെങ്കിൽ അങ്ങനത്തെ തിയേറ്ററിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിലും കണ്ടുവരാറുണ്ട്. പക്ഷെ നമുക്കിങ്ങനെ സ്പെസിഫിക്കലി ഇന്ന ടാലന്റ് ആണ് കൂടുതലെന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ ഫോക്കസ് ചെയ്ത് പറയാൻ പറ്റത്തില്ല. എല്ലാ ചിൽഡ്രനും അല്ലെങ്കിൽ എല്ലാ കുട്ടികൾക്കും അവരുടെ ടാലൻസ് വ്യത്യസ്തമായിരിക്കും. സോ അതനുസരിച്ചിട്ട് ഡോക്ടർ, ഇപ്പോൾ ഡൗൺ സിൻഡ്രോം ഉള്ള ഒരു കുട്ടിയുടെ ഫിസിക്കലി ആയാലും മെൻ്റലി ആയാലും അതിനുള്ള ഒരു ഗ്രോത്തിന്, ഫിസിക്കലി മെൻ്റലി ഉള്ള ഗ്രോത്തിന് പാരൻസിന് എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും കുട്ടീനെ? ഫിസിക്കൽ ഗ്രോത്ത് ഈ കുട്ടികൾക്ക് കുറച്ച് പിറകിലാണ്. ഇവരുടെ തലയുടെ ചുറ്റളവും വെയിറ്റ് എല്ലാം തുടക്കത്തിൽ കുറച്ച് മോശമായിരിക്കാം. അപ്പം അതൊരു റെഗുലർ പീഡിയാട്രിക് വിസിറ്റിൽ തന്നെ നമ്മൾ ചെക്ക് ചെയ്യും. അതിനാവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ അവിടെ സജസ്റ്റ് ചെയ്യുകയും ചെയ്യും. അത് കൂടാതെ മറ്റൊരു കാര്യമുള്ളത്, ഇവർക്ക് ഫിസിക്കൽ ഇന്റർവെൻഷൻ തെറാപ്പി എന്ന് പറയും, അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിയാണ് ബേസിക്കലി ഏർലി ഇന്റർവെൻഷൻ തെറാപ്പി എന്നൊക്കെ പറയും. അത് നേരത്തെ തന്നെ തുടങ്ങാവുന്നതാണ്. 2 മാസമൊക്കെ ആകുമ്പോൾ തന്നെ ഏർലി ഇന്റർവെൻഷൻ തെറാപ്പി തുടങ്ങാം. ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു, ഈ കുട്ടികൾക്ക് മസിൽ ടോൺ കുറച്ച് കുറവാണ്. അപ്പോൾ മൂവ്മെന്റ്സ് കുറവായതിന്റെ ഭാഗമായിട്ട് അവർക്ക് ചെറിയ ഫിസിയോതെറാപ്പി ആക്ടിവിറ്റീസ് വേണ്ടി വരും. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് തുടങ്ങാൻ പറ്റുമോ അത് എത്രയും പെട്ടെന്ന് തുടങ്ങാം. അത് സാധാരണ ഇതിൽ ഡിസ്ചാർജ് ചെയ്ത് പോകുമ്പോൾ തന്നെ നമ്മൾ ഇതിനൊരു ഡേറ്റ് കൊടുത്ത് ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ട് ആ പാരന്റ്സിനെ അത് പഠിപ്പിക്കുന്നതാണ്. വീട്ടിൽ പോയതിനു ശേഷം അവർക്ക് അത് തുടങ്ങാം, അത് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യാം. അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ചില കുട്ടികൾക്ക് ഇപ്പം എല്ലാ ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികളും ഒരേപോലെ ആവണമെന്നില്ല. ചില കുട്ടികൾ കുറച്ചും കൂടെ സിവിയർ ഡിസീസ് ആണെങ്കിൽ അവർക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഫിസിയോതെറാപ്പി സെന്ററിൽ പോയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ അത് വീട്ടിൽ നിന്ന് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അത് കൂടാതെ ഒരു ഏജ് കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പാല് തികട്ടി വരാനുള്ള സാധ്യത നോർമൽ കുട്ടികളെക്കാളും കൂടുതലാണ്. വയർ അപ്സെറ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ഈ പീഡിയാട്രിക് വിസിറ്റിന്റെ കൂടെ തന്നെ ആവശ്യമെങ്കിൽ ഒരു പീഡിയാട്രിക് ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റോ അല്ലെങ്കിൽ പീഡിയാട്രീഷ്യന്റെ ട്രീറ്റ്മെന്റിൽ അതും ചികിത്സിക്കാവുന്നതാണ്. അപ്പം ഗ്രോത്ത് മോണിറ്ററിംഗ് ഒക്കെ ഒരു പീഡിയാട്രീഷ്യൻ റെഗുലർ വിസിറ്റിന്റെ ഭാഗമായി ചെയ്യും. മറ്റ് ഫിസിയോതെറാപ്പി പോലുള്ള കാര്യങ്ങൾ പാരന്റ്സ് തന്നെയോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട് കണ്ടു ചെയ്യാവുന്നതാണ്. പിന്നെ മെന്റൽ വെൽബീങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞ പോലെ അവർക്ക് ബോണ്ടിങ്ങും സ്റ്റിമുലേഷനും ഒക്കെ നേരത്തെ തന്നെ തുടങ്ങാം. ഏതൊരു നോർമൽ കുട്ടിയെ പോലെ ഈ പാരന്റ്സ് ഗ്രൂപ്പിന്റെ ഭാഗമാവുക, മറ്റ് പാരന്റ്സിന്റെ നല്ല സജഷൻസ് ഉൾക്കൊള്ളുക, ഇതെല്ലാം ചെയ്യാവുന്നതാണ്. അത് കൂടാതെ ഇവർ മിങ്കിൾ ചെയ്യുക എന്നുള്ളത്, അതിപ്പം അവരുടെ ഗ്രൂപ്പിലായാലും മറ്റു കുട്ടികളുടെ കൂടിയായാലൊക്കെ മിങ്കിൾ ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. പിന്നെ റെഗുലർ ഫോളോ അപ്പ്. ഒരു ഏജ് കഴിഞ്ഞാൽ, പണ്ടൊക്കെ നമ്മൾ ഡൗൺ സിൻഡ്രോം ബാധിച്ച ചെറിയ കുട്ടികളെ പറ്റി മാത്രമാണ് ഡിസ്കഷൻ. പക്ഷെ ഇപ്പം ഡൗൺ സിൻഡ്രോം ബാധിച്ച അഡൽട്സിനെയും കൂടെ നമ്മൾ കെയർ ചെയ്യണം. അപ്പം പ്യൂബേർട്ടി എത്തിയാൽ അവർക്ക് വേണ്ട പ്യൂബേർട്ടി കൗൺസിലിംഗ്, ഈവൻ അവരുടെ സെക്ഷുവൽ റിക്വയർമെന്റ്സിന്റെ കാര്യം, അവരുടെ
മെൻസ്ട്രൽ സൈക്കിൾസിനെ പറ്റി ഇതൊക്കെ എഡ്യൂക്കേറ്റ് ചെയ്യണം എന്നാണ് ഇപ്പോഴത്തെ ഇത്. അപ്പൊ അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഗ്രൂപ്പ്സ് അവർക്ക് ഉണ്ടാവണം. അപ്പൊ അഡൽട്ട്ഹുഡിലേക്ക് പോകുമ്പോൾ അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, സ്കിൽ ജോബ്സ് പഠിപ്പിക്കുക. അപ്പം നല്ല ഔട്ട്കമുള്ള പലരും ചെറിയ ജോബ്സ് ഒക്കെ ചെയ്ത് ജീവിക്കുന്നു. അപ്പം ഇതൊരു ലൈഫ് ലോങ് പ്രോസസ്സാണ്. അപ്പൊ ഇത് മെന്റൽ വെൽബീങ് എന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റേജിലും കുട്ടിയായിരിക്കുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കില്ല ഒരു ടീനേജിന് വേണ്ടത്, അഡൽട്ടിന് വേണ്ടത്. അപ്പം ഇവരുടെ സർവൈവൽ റേറ്റ് കൂടുന്നതനുസരിച്ച് നമ്മളിപ്പം അഡൽട്സിന് പോലും സപ്പോർട്ട് ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. ഡോക്ടർ, ഈ സ്ക്രീനിങ് ചെയ്യുന്നത് അമ്മയ്ക്കും കുട്ടിക്കും സേഫ് ആണോ? അത് സ്ക്രീനിങ് കംപ്ലീറ്റ്ലി സേഫ് ആണ്. ബിക്കോസ് സ്ക്രീനിങ് എന്ന് പറഞ്ഞാലും അതിൽ സ്കാനിങ് ഉണ്ട്, പിന്നെ ഒരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്. സോ ദാറ്റ് ഈസ് വൈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ക്രീനിങ് പറഞ്ഞ ടെസ്റ്റ് നമ്മൾ എല്ലാവർക്കും ചെയ്യും, കാരണം അതിൽ നമുക്ക് റിസ്ക് ഒന്നുമില്ല. പക്ഷെ അതേ സമയത്ത് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റ് വെൻ വി ആർ ടോക്കിംഗ് അബൌട്ട് ദ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, അവിടെ ചെറിയൊരു അബോർഷൻ്റെ റിസ്ക് ഉണ്ട്. ബിക്കോസ് നമ്മുടെ ഈ യൂട്രസിൻ്റെ ഉള്ളിൽ നീഡിൽ ഇടണം. ബിക്കോസ് വി വോണ്ട് എ ഫീറ്റൽ ടിഷ്യൂ. ഒന്നല്ലെങ്കിൽ ഫീറ്റലിൻ്റെ പ്ലാസെൻറ്റൻ്റെ അവിടെ നിന്ന് ബയോപ്സി എടുക്കണം, അല്ലെങ്കിൽ ചുറ്റുമുള്ള വെള്ളം എടുക്കണം. ആ ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ ഒരു സ്മോൾ റിസ്ക് ഓഫ് അബോർഷൻ ഇസ് ഓൾവേസ് ദെയർ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഡയറക്ട്ലി ചെയ്യില്ല. അറ്റ് ദ സെയിം ടൈം സ്ക്രീനിങ് എല്ലാവർക്കും ചെയ്യാം. ബിക്കോസ് അതൊരു സേഫ്, അത് ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ഒരു നമ്മുടെ ലബോറട്ടറിയിൽ പോയിട്ട് നമ്മൾ ഷുഗർ നോക്കാനായിട്ട് അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ നോക്കാനായിട്ട് നമ്മൾ ബ്ലഡ് കൊടുക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി സേഫ് ആസ് ഫാർ ആസ് ബോത്ത് ദ മദർ ആൻഡ് ദ ബേബി ഈസ് കൺസേൺഡ്. മാം, ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികൾ സ്കൂളിൽ പോകണമെന്നോ സ്കൂളിൽ പോകുന്നുണ്ടോ അല്ലെങ്കിൽ സോഷ്യൽ പ്രോഗ്രാംസിൽ മെയിൻലി അവരെ സോഷ്യലൈസ് ചെയ്യുന്നത് പ്രധാനമാണോ, ഇമ്പോർട്ടൻ്റ് ആണോ? അത് ഡെഫിനറ്റ്ലി അവർ സോഷ്യലൈസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ആൻഡ് ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് ഇപ്പം സ്കൂൾ ഇൻക്ലൂസീവ് ആയിരിക്കണം എന്നുള്ളതാണ് നമ്മളുടെ ഒരു റൂൾസ്. സോ ദാറ്റ് അവർക്ക് ആ ഒരു ഡെവലപ്മെന്റൽ സ്കില്ലും ഇപ്പം മറ്റു കുട്ടികളുമായിട്ട് അവർ ഫോക്കസ് ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ അവരുടെ ഒരു ലേണിംഗ് കർവിനെയും അത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഓൾസോ അവരുടെ എന്താ പറയുക ഫ്രണ്ട്ഷിപ്പ് സ്കിൽസും അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസും അങ്ങനത്തെ കാര്യങ്ങളിലും കുറച്ചും കൂടെ അവർക്ക് ആ ഒരു എബിലിറ്റി കൂട്ടാനായിട്ട് സാധിക്കും. ആൻഡ് ഇപ്പം വേറൊരു സ്പെഷ്യൽ ഇപ്പം മൈൽഡ് ടു മോഡറേറ്റ് ഇന്റലിജൻസ് ഉള്ള കുട്ടികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. സോ നമ്മളൊരു നോർമൽ സ്കൂളിൽ പോകുമ്പം അവർക്കത് ഭയങ്കര ബേർഡൻ ആവാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ഭയങ്കര ഇന്റലിജൻസ് കുറവുള്ള കുട്ടികളാണെങ്കിൽ ഡെഫിനറ്റ്ലി സാറ് നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് വേറെ ഇപ്പോൾ നമ്മൾ എന്താ പറയുക ഓക്യുപ്പേഷണൽ തെറാപ്പിയോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഫോക്കസ്ഡ് ആയിട്ടുള്ള ലേണിംഗ് സിലബസ് ഒക്കെ കൊടുക്കണം. അതല്ലാത്ത പക്ഷം ഇവരുടെ സിലബസസ് കുറച്ചും കൂടെ ഈസി ഗോയിങ് ആയിരിക്കും. അവർക്ക് ഇപ്പം എക്സാംസ് എഴുതുമ്പോഴാണെങ്കിലും ദേ വിൽ ഹാവ് ഒരു റൈറ്ററോ അല്ലെങ്കിൽ സ്ക്രൈബ് എന്ന് പറഞ്ഞിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാനും പിന്നെ ചില വിഷ്വൽ എയ്ഡ്സിലായിരിക്കും അവരുടെ എന്താ പറയുക പഠിപ്പിക്കുന്നതും ഒക്കെ. ഇപ്പം നമ്മളുടെ ഒരു സ്കൂളിംഗ് സിസ്റ്റം ഇതിനായിട്ട് കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് അല്ല, പക്ഷേ വി ആർ ബിൽഡിംഗ് അവയർനെസ് റിഗാർഡിങ് ഇറ്റ്. സ്പെഷ്യൽ ട്രെയിൻഡ് ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഓക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റ് സ്കൂൾസിൽ കൊണ്ടുവരണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. സോ ദാറ്റ് അങ്ങനത്തെ കുട്ടികളെയും നമുക്ക് ഇൻക്ലൂസീവ് ആയിട്ട് അവരുടെയും റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആണ്, റൈറ്റ് ടു ലേണിംഗ് ആണ്. സോ ദാറ്റ് ക്യാൻ ഹെൽപ്പ് ദം ബിൽഡ് ദെയർ പേഴ്സണാലിറ്റി ഓൾസോ. ആൻഡ് ഇപ്പം പേരൻസിനെ ആണെങ്കിലും അവർക്കൊരു എന്താ പറയുക സന്തോഷമായിരിക്കുമല്ലോ. നമ്മൾ നോർമൽ സ്കൂളിംഗ് ആണ്, നോർമൽ കുട്ടികളുടെ കൂടെ പഠിക്കുന്നു. ആൻഡ് ദേ വിൽ ഓൾസോ ഹാവ് that bonding with other children and അവരുടെയും empathy, normal childrenടെയും empathy improve ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ സർ, എനിക്ക് ഈ ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം നമുക്ക് ഡൗൺ സിൻഡ്രോം ഉള്ള ഒരു കുട്ടിക്ക് നോർമൽ കുട്ടികൾ സ്കൂളിൽ പോകുന്ന പോലെയോ അല്ലെങ്കിൽ അവരെ പോലെ തന്നെ പഠിക്കാനുള്ള എബിലിറ്റി എങ്ങനെയായിരിക്കും? ഇവർക്കൊരു മിക്കവാറും കേസുകളിലൊക്കെ മൈൽഡ് ടു മോഡറേറ്റ് ലേണിംഗ് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികളാണ്. അപ്പൊ ഒരിക്കലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതി പാസ്സാവുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം. അവർക്കൊരു ബേസിക് എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം മുമ്പൊക്കെ മിക്കവാറും അത് ഒരു സ്പെഷ്യലൈസ് സ്കൂളിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഈ സ്പെഷ്യലൈസ് സ്കൂളിൽ പോകുന്നത് ഒരു കുറവായിട്ട് കാണേണ്ട ആവശ്യമില്ല. കാരണം പലപ്പോഴും അവിടെ ചെയ്യുന്നത് അപ്പാർട്ട് ഫ്രം എഡ്യൂക്കേഷൻ ഇവർക്ക് വേണ്ട കുറച്ച് വൊക്കേഷണൽ ട്രെയിനിങ്, ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും കാൻഡിൽ മേക്കിംഗ് ചെറിയ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുക, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള സ്പീച്ച് തെറാപ്പി, ഈ ഫിസിയോതെറാപ്പി ഉള്ള കാര്യങ്ങളൊക്കെ ഇതിന്റെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പൊ ഈ ഒരു നോർമൽ സ്കൂൾ കഴിഞ്ഞ് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് പോകേണ്ട ആവശ്യമില്ല, മറിച്ച് എല്ലാം ഒരേ എവറിത്തിങ് അണ്ടർ വൺ റൂഫ്. അതാണ് ഈ സ്പെഷ്യലൈസ് സ്കൂളിന്റെ ഒരു അഡ്വാൻറ്റേജ്. പക്ഷേ അവിടെ നഷ്ടപ്പെടുന്നത് മറ്റ് കുട്ടികളുമായിട്ട് നോർമൽ കുട്ടികളുമായിട്ട് മിങ്കിൾ ചെയ്യാനുള്ള ഒരു അവസരമാണ്. അപ്പം മിക്കവാറും വിദേശ രാജ്യങ്ങളിലൊക്കെ ഇപ്പം നോർമൽ സ്കൂളിങ്ങിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇങ്ങനത്തെ കുട്ടികൾക്ക് സ്പെഷ്യൽ ട്രെയിനിങ് കൊടുക്കുന്നത്. അതിന് എഡ്യൂക്കേറ്റഡ് ആയ ഒരു ട്രെയിനർ കൂടെ ഉണ്ടാവുന്നതാണ്. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ നാട്ടിൽ അതായി വരുന്നേ ഉള്ളൂ. ഒരു സ്പെഷ്യലൈസ്ഡ് ട്രെയിനറോ ഇവർക്ക് വേണ്ട കാര്യങ്ങൾ നോർമൽ സ്കൂളിൽ തന്നെ നടത്തുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. അതിൽ ഇവരെ ട്രെയിൻ ചെയ്യുന്നതിലുപരി മറ്റൊരു കാര്യം നേരത്തെ പറഞ്ഞ പോലെ മറ്റു കുട്ടികൾ അവരെ കാണുന്നത് നമ്മുടെ സൊസൈറ്റിയുടെ ഒരു സെഗ്മെന്റ് ആണ് ഒരു ക്ലാസ് റൂം എന്ന് പറയുന്നത്. അപ്പം അങ്ങനത്തെ നോർമൽ മറ്റു കുട്ടികൾക്ക് ഈ കുട്ടീനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, അവർക്ക് ആവശ്യമുള്ളത് എന്താണ്, അവരോട്
എങ്ങനെ ബിഹേവ് ചെയ്യണം, അവരെ കാര്യങ്ങൾ എങ്ങനെ ടേക്ക് കെയർ ചെയ്യണം, ഇതെല്ലാം മറ്റു കുട്ടികൾ പഠിക്കുക എന്നുള്ളത് ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. മറിച്ച് നേരെ ഇയാൾ ഒരു സൊസൈറ്റിയിൽ എത്തുമ്പോൾ ആർക്കും ഇയാളെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നല്ല, അവരുടെ വീട്ടുകാർ വഴി മറ്റൊരാൾക്കും അവരെ എങ്ങനെ കെയർ ചെയ്യണമെന്നോ ട്രീറ്റ് ചെയ്യണമെന്നോ അറിയില്ല. അപ്പൊ ആ കുട്ടികളുടെ അറിയിക്കുമ്പോൾ തന്നെ ഇത് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അവിടെയാണ് ഈ നോർമൽ സ്കൂളിൽ അവർ പഠിച്ച് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കിട്ടുന്നതിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഓക്കെ മാം, ഈ സ്ക്രീനിങ് ഏറ്റവും നേരത്തെ എടുക്കുന്നത് ബെറ്റർ ആയിരിക്കും എന്ന് പറയാറുണ്ട്. അത് എന്തുകൊണ്ടാണ് നേരത്തെ സ്ക്രീനിങ് എടുക്കുന്നത് നല്ലതാണെന്ന് പറയുന്നത്? നമ്മുടെ ഈ പല ക്വസ്റ്റ്യൻസ് എന്ന് ചോദിച്ചു. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് എന്താ, ഈ ഡൗൺ സിൻഡ്രോം ബേസിക്കലി നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാലും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബേബീസ് വെൻ ദേ ആർ ബോൺ they have a chance to live a reasonably good standard of life. നമ്മളെല്ലാവർക്കും ആസ് അഡൾട്ട്സ് വി ഹാവ് അവർ ഫണ്ടമെന്റൽ റൈറ്റ്സ്. പക്ഷെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ വയറിൻ്റെ ഉള്ളിലെ ഇരിക്കുന്ന കുഞ്ഞിന് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ടു ലൈഫ് ഉണ്ട്. പക്ഷേ ദ പ്രോബ്ലം ഇസ് ദ ബേബി കെ നോട്ട് സ്പീക്ക് ഫോർ ഇറ്റ് സെൽഫ്. അപ്പോൾ അതുകൊണ്ട് ഇറ്റ് ഈസ് നെസസറി നമ്മുടെ ഈ സ്ക്രീനിങ്, പിന്നെ വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ്, അതിൻ്റെ ഉള്ള അവയർനെസ് പേരൻസിന് നേരത്തെ കൊടുത്തു കഴിഞ്ഞാൽ ദേ ആർ ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ബെറ്റർ. And fortunately or unfortunately, it is not the baby. The parents are going to make the decision for the baby whether the baby lives or not. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു അവയർനെസ്, ഈ സ്ക്രീനിങ് ടെസ്റ്റ്, അതിനുള്ള ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അതെല്ലാം കൂടി നമുക്ക് നേരത്തെ ചെയ്ത് കഴിഞ്ഞാൽ we are giving parents sufficient time to make their own appropriate decisions. So അങ്ങനെ ഒരു സിറ്റുവേഷനിൽ they can meet a multidisciplinary team of doctors wherein pediatrician ഉണ്ടാവും, കൗൺസിലർ ഉണ്ടാവും, ജെനറ്റിസിസ്റ്റ് ഉണ്ടാവും, ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ടീമിൻ്റെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ they can correctly understand ഇത് കണ്ടിന്യൂ ചെയ്താൽ what are the difficulties they are going to face, എങ്ങനെയാണ് ഇത് ഹാൻഡിൽ ചെയ്യേണ്ടത്. And if they are not prepared for it, they can take the decision to not continue as early as possible. കാരണം ഇപ്പം നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നില്ല എന്നൊരു ഡിസിഷൻ എടുക്കാനുണ്ടെങ്കിൽ then it is always safer for the mother to take that decision early. The earlier the better. പക്ഷെ at the same time അവർക്ക് കണ്ടിന്യൂ ചെയ്യാനുണ്ടെങ്കിൽ they understand the whole process. Because ഇത് പറയാനൊക്കെ ഈസിയാണ് that yes, they can have a near normal life, they are special children. പക്ഷേ at the end of it, unfortunately നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോഴും we don't have very active groups. അപ്പോൾ at the end of it നമ്മുടെ പേരൻസ് ആണ് ആ കുഞ്ഞിനെ ഫുൾ ലൈഫ് ടൈം നോക്കേണ്ടി വരാം. സോ അറിഞ്ഞുകൊണ്ട് എല്ലാം മനസ്സിലാക്കിയിട്ട് ദേ ക്യാൻ മേക്ക് ദ ഡിസിഷൻ. ആൻഡ് ദാറ്റ് ഇസ് വൈ വി ഓൾവേസ് ടെൽ, സ്ക്രീനിങ് ആണെങ്കിൽ ഡയഗ്നോസിസ് ആണെങ്കിൽ as early as possible we should do it so that they can make appropriate choices as per their situation. മാം, ഈ ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികളുടെ കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാമിലിക്കായാലും ഇപ്പം പാരൻസിനായാലും എന്തൊക്കെ ചെയ്യാൻ പറ്റും? സോ ബേസിക്കലി അവർ ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആണ് എന്നുള്ളൊരു ഫാക്ടർ ഉണ്ടല്ലോ. ഇപ്പം നമ്മൾ പേരൻസ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കാനായിട്ട് ശ്രമിക്കും. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിലും അത് അവർ ചെയ്യാൻ പറ്റില്ല, ചാലഞ്ച് ആയിരിക്കും എന്നുള്ളത്. അപ്പം ചെറിയ അവരെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളാണെങ്കിലും അത് ചെറുതാണെങ്കിലും ലെറ്റ് ദം ഡു ഇറ്റ്, അല്ലെങ്കിൽ അവരെ കൊണ്ട് തന്നെ ട്രൈ ചെയ്യിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക, എൻകറേജ് ചെയ്യിക്കുക ചെയ്യുന്ന കാര്യങ്ങളിൽ. പിന്നെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരുമ്പം ക്രിട്ടിസൈസ് ചെയ്യുന്നതിനെക്കാട്ടിലും അവരുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് ഗൈഡ് ചെയ്ത്, ചിലപ്പം നമ്മളൊരു നോർമൽ ചൈൽഡ് 2 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പം തെറ്റി കഴിയുമ്പം 3ാമത്തെ പ്രാവശ്യം ചിലപ്പോൾ ശരിയാക്കുമായിരിക്കും. പക്ഷെ ഡൗൺ സിൻഡ്രോം ഉള്ള പിള്ളേർ, ചിൽഡ്രൻ ഒരു 10-20 പ്രാവശ്യം പറഞ്ഞാലും ഇറ്റ് വിൽ ടേക്ക് ടൈം ഫോർ ദം. ഒരു സ്ലോ ലേണിംഗ് പ്രോസസ്സാണ്. സോ അങ്ങനത്തെ കാര്യങ്ങളിൽ കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആകുക. പിന്നെ കുഞ്ഞു കുഞ്ഞു ഡിസിഷൻസ് ആണെങ്കിലും അവരെ കൊണ്ട് എടുപ്പിക്കുക. ചെറിയ ഈവൻ ഇഫ് ഇറ്റ് ഈസ് ലൈക്ക് സ്മോൾ ഡിസിഷൻസ് അവർക്ക് തന്നെ, സോ വെൻ ദേ ആർ ഡൂയിങ് ഇറ്റ് അവർക്ക് തന്മയത്തമായിട്ട് അത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു എൻകറേജ്മെൻറ്റും അതിനോടൊപ്പം തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസും അത് ഹെൽപ്പ് ചെയ്യും ബൂസ്റ്റ് ചെയ്യാനായിട്ട്. ആൻഡ് അവരുടെ ചെറിയ അച്ചീവ്മെൻറ്റ്സിനെ പോലും നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക പേരൻസ്. ചെറിയ ചെറിയ മൈൽ സ്റ്റോൺസ് കവർ ചെയ്യുമ്പോഴും അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യുമ്പം ദേ ഓൾസോ ഫീൽ മച്ച് അക്കംപ്ലിഷ്ഡ്. ഐ തിങ്ക് ദാറ്റ് വിൽ ഡു. ഓക്കെ സർ, ഇപ്പോൾ ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ അവരെ സഹായിക്കുന്ന ടെസ്റ്റുകൾ, സാധാരണ ചെയ്യുന്ന ടെസ്റ്റുകളും ചികിത്സ രീതികളൊക്കെ എന്തൊക്കെയായിരിക്കും? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാരന്റ്സ് ആലോചിച്ച് പോയി ചെയ്യേണ്ട ടെസ്റ്റുകളൊന്നുമില്ല. വളരെ ഫിക്സ്ഡ് ആയിട്ട് ഡെലിവറി കഴിഞ്ഞാൽ നമ്മളൊരു ഫോളോ അപ്പ് പറയും. അതിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പം നേരത്തെ സൂചിപ്പിച്ച ഒരു എക്കോ ചെയ്ത് നോക്കണം. അതിൽ ഹാർട്ടിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും പിന്നീട് അതിന്റെ ഫോളോ അപ്പ് ആവശ്യമില്ല. പക്ഷേ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം അവർക്ക് ഫ്രീക്വന്റ് ആയിട്ട് ചെയ്യേണ്ടതാണ്. 6 മാസത്തിൽ പിന്നീട് വർഷത്തിൽ ഒരിക്കൽ ചെയ്തുകൊണ്ടേയിരിക്കേണ്ടതാണ്. കാരണം അതിൽ എപ്പോൾ വേണമെങ്കിലും വ്യതിയാനങ്ങൾ വരാം. അതുപോലെ ബ്ലഡിലെ കൗണ്ട് നോക്കുക എന്നുള്ളതും ഫ്രീക്വന്റ് ആയിട്ട് ചെയ്യേണ്ടതാണ്. ഇവരുടെ കാഴ്ച ശക്തി പരിശോധിക്കുക എന്നുള്ളത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. കേൾവി ടെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ENT ഡോക്ടറെ കണ്ടിട്ട് പരിശോധിക്കുക എന്നുള്ളതും മിക്കവാറും വർഷങ്ങളൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുപോലെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഫോളോ അപ്പ് ചെയ്യുക. അപ്പൊ ഇതൊന്നും ഒരു 1-2 ടെസ്റ്റ് കഴിഞ്ഞാൽ തീരുന്ന കാര്യമല്ല. നമ്മൾ ആ പ്രോട്ടോകോൾ അനുസരിച്ച്
എല്ലാ വർഷവും പിന്നീട് വലുതാവുന്നതനുസരിച്ച് ചിലപ്പോൾ 2 വർഷത്തിലൊരിക്കൽ ഇങ്ങനെ മാറി വരാം. കാരണം ഇവർക്കുള്ള ഇതിനുള്ള റിസ്ക്, അവരുടെ ശാരീരികമായ അല്ലെങ്കിൽ മാനസികമായ ചില വ്യത്യാസങ്ങൾ കാരണം ഇതിനുള്ള റിസ്ക് വളരെ കൂടുതലാണ്. പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞു വെയിറ്റ് കൂടാനുള്ള സാധ്യത ഒരു പ്രായം കഴിഞ്ഞാൽ, അതുപോലെ കൊളസ്ട്രോൾ പോലത്തെ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത, അങ്ങനത്തെ ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ ഇതിനൊരു ഫിക്സഡ് ഫോർമാറ്റിൽ നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. അപ്പം പാരന്റ്സ് അവർ സ്വയം പോയിട്ട് ഇവാലുവേറ്റ് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല, മറിച്ച് ഒരു ഫോളോ അപ്പ് ഡോക്ടറുമായിട്ട് റെഗുലർ ആയിട്ട് ഉണ്ടാവുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അതിപ്പോ പീഡിയാട്രിക് ഏജ് ഗ്രൂപ്പിന് ശേഷം ഞാൻ നേരത്തെ സൂചിച്ച പോലെ ടീനേജേഴ്സിനും അഡൽസിനും ഒക്കെ മിക്കവാറും ഇയർലി ഫോളോ അപ്പ് എന്നുള്ളത്, പിന്നീട് ഒരു പ്രായം കഴിഞ്ഞ് ജോയിന്റ് ഇഷ്യൂസ് വരിക, അപ്പൊ അതൊക്കെ ഓർത്തോ ഡോക്ടറുടെ സഹായം തേടേണ്ടി വരാം. അപ്പൊ അതൊരു റെഗുലർ ഫോളോ അപ്പിന്റെ ഭാഗമായിട്ട് ചെയ്തു പോകുന്നതാണ്. അല്ലാതെ പാരന്റ്സ് കണ്ട് മനസ്സിലാക്കി എന്തെങ്കിലും ഒരു സ്പെസിഫിക് ടെസ്റ്റ് ചെയ്യേണ്ട. നമ്മുടെ ഈ പ്രോട്ടോകോൾ ഫോളോ ചെയ്താൽ ഒരുവിധം കാര്യങ്ങളൊക്കെ തന്നെ അതിൽ കവേർഡ് ആയി പോകുന്നതാണ്. ഡോക്ടർ, പിന്നെ ഈ ഡൗൺ സിൻഡ്രോം ഉണ്ടെന്ന് അറിഞ്ഞിട്ടും പാരന്റ്സ് ഈ പ്രഗ്നൻസി ആയിട്ട് മൂവിങ് ഫോർവേഡ് അവർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പാരന്റ്സിനോട് ഡോക്ടർക്ക് എന്ത് മെസ്സേജ് ആണ് പറയാനുള്ളത്? അൾട്ടിമേറ്റ്ലി അത് പാരന്റ്സിന്റെ ഡിസിഷനാണ്. ഇപ്പം നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്യുന്നത് മനസ്സിലായ കാര്യം വെച്ചാൽ ഡൗൺ സിൻഡ്രോം ബാധിച്ച കുട്ടികളെയും അഡൽസിനെയും ഒക്കെ സപ്പോർട്ട് ചെയ്യാൻ സൊസൈറ്റി ഒരുപാട് മാറുന്നുണ്ട്. അതിന് അവർക്കുള്ള സൗകര്യങ്ങളും കൂടി വരുന്നുണ്ട്. അവരുടെ സർവൈവൽ റേറ്റ് ഒരു 30 വർഷം മുമ്പ് നോക്കുകയാണെങ്കിൽ ഈ കുട്ടികളുടെ സർവൈവൽ റേറ്റ് അറൗണ്ട് 75 വയസ്സ് വരെയായിരുന്നു. ഇപ്പോൾ 50 വയസ്സിന് മുകളിലാണ്. അപ്പോൾ അവർക്കൊരു നിയർ നോർമൽ ലൈഫ് സാധിക്കുന്ന രീതിയിലുള്ള പല സഹായങ്ങളും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഹോസ്പിറ്റൽ സൈഡിൽ നിന്നും ഗ്രൂപ്പ്സിന്റെ സൈഡിൽ നിന്നും ഒക്കെ വരുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഈ നമ്മളെ പോലെ ഒരു നോർമൽ വ്യക്തിയെ പോലെ ജോലിയും സ്ട്രെസ്സും ഒന്നും ഇല്ലാതെ വളരെ ഹാപ്പിയായി, വളരെ ഇമോഷണലി വാമായ ആൾക്കാരാണ് ഈ ഡൗൺ സിൻഡ്രോം ആൾക്കാർ. നിങ്ങൾ ഏത് പ്രായത്തിൽ നോക്കിയാലും വളരെ ഹാപ്പി, നമ്മൾ ഹാപ്പി കിഡ്സ് എന്നാണ് അവരെ പറയാറ് തന്നെ. അപ്പം വലുതായാലും ഭയങ്കര കാം ആൻഡ് ഇമോഷണലി ഹാപ്പി ആയ ആൾക്കാരാണ്. അപ്പം അവർക്ക് വേണ്ട ഒരു ബേസിക് സപ്പോർട്ട് കൊടുത്ത് അവർക്ക് വേണ്ട രീതിയിലുള്ള ഒരു സപ്പോർട്ട് സൊസൈറ്റിന്റെ ഭാഗത്തുനിന്ന്, പാരന്റ്സിന്റെയും ഡോക്ടേഴ്സിന്റെയും ഭാഗത്ത് മാത്രമല്ല സൊസൈറ്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നുള്ളതാണ് ശരി. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് അവർക്കും ഫ്യൂച്ചറിൽ ഉണ്ടാവും തന്നെയാണ് പറയാനുള്ളത്. നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത് ഡൗൺ സിൻഡ്രോം കണ്ടീഷനെ പറ്റിയിട്ടും ഇതെങ്ങനെ ടേക്ക് കെയർ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടുമാണ്. സോ ഇത്രയും കാര്യങ്ങൾ നമ്മളായിട്ട് ഡിസ്കസ് ചെയ്തത് സൈമറിലെ ഡോക്ടേഴ്സാണ്. സോ താങ്ക് യു ഡോക്ടേഴ്സ്.